എം പി എന്നെ ഒരുപാട് വർഷങ്ങളായി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും സഹായിക്കാറുണ്ട്. ഏതോ എം പി എന്നെ ഒരുപാട് വർഷങ്ങളായി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും സഹായിക്കാറുണ്ട്. എന്നെ ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞത്, എന്നെ എപ്പോഴും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അല്ല, ബഹുമാനപ്പെട്ട എം പി അദ്ദേഹം ഇവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് AICC കത്ത് കൊടുത്ത ഒരാളാണ് ഞാൻ. അദ്ദേഹം തൃക്കാക്കരയിൽ സ്ഥാനം നഷ്ടപ്പെട്ടു പോയപ്പോൾ ദുഃഖിതനായൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഞങ്ങൾ ചെറുപ്പക്കാരെ MLA മാരാണ്, ഹൈബീഡൻ, ഞാൻ, അതോടൊപ്പം തന്നെ അൻവർ സാദത്ത്, റോജി എം ജോൺ, ഞങ്ങളെല്ലാവരും AICC കത്ത് കൊടുത്തു ചാലക്കുടി മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിപ്പിക്കണമെന്ന്. അന്ന് അദ്ദേഹത്തിന് സുഖമില്ല വന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തിയ ഒരാളാണ്. എനിക്ക് വളരെ ആത്മമായി ബന്ധമുള്ള, ആരാധനയുള്ള, ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ബെന്നി ബെഹനാൻ. അദ്ദേഹം എൻ്റെ ഇലക്ഷൻ എന്നെ സഹായിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ തള്ളിപ്പറയില്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു, ഞങ്ങളുടെ ഒരു സീനിയർ മോസ്റ്റ് നേതാവാണ് അദ്ദേഹം. അല്ല, എപ്പോഴും അങ്ങനെ സഹായിക്കണം എന്നില്ലല്ലോ. എല്ലാ പ്രാവശ്യവും ഒരാളെ തന്നെ സഹായിച്ചാൽ എങ്ങനെ മറ്റൊരു ആളെ കൂടി സഹായിക്കണമെന്ന് തോന്നിക്കാണും. ഇത്തവണ ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം എന്നെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഞാനില്ലെങ്കിൽ ഇന്നയാളെ പരിഗണിക്കണമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത നീക്കങ്ങൾ ഞാൻ എൻ്റെ നേതാക്കന്മാരായിട്ടും ഇവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളായ സഹപ്രവർത്തകരുമായിട്ട് ആലോചിച്ച ശേഷം പറയുന്നതായിരിക്കും നല്ലത്. എനിക്കെപ്പോഴും പ്രതീക്ഷയാണുള്ളത്. നിരാശ എന്ന് പറയുന്നത് നമുക്കറിയാലോ. ഒരു കടയിൽ ചെന്നപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്നൊരു ദുഃഖം നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പരീക്ഷ കഴിഞ്ഞ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നോർത്ത്. അല്ല, പാർട്ടിയുടെ ഈ നീക്കത്തിൽ പ്രതിഷേധമുണ്ട്. അപ്പുറത്തെ കട അടഞ്ഞെടുക്കുക. പാർട്ടിയോടൊന്നും എനിക്ക് പ്രതിഷേധമൊന്നുമില്ല. പാർട്ടിയോട് പ്രതിഷേധിക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പാർട്ടിയോട് ഒത്തിരി കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാളാണ്. ഞാൻ ചെറുപ്പം മുതലേ കോൺഗ്രസിൻ്റെ ഈ പതാകം പിടിച്ച് നടക്കുന്ന ഒരാളാണ്. എനിക്ക് പാർട്ടിയോട് കൂറും സ്നേഹമുണ്ട്. ഞാൻ KSUവിൻ്റെ കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു. തുടർച്ചയായി 5 വർഷം കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റായിരുന്നു. KSU ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. അതുകൊണ്ടാണല്ലോ എനിക്ക് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കാൻ കിട്ടി. പ്രസിഡൻ്റായതൊക്കെ പാർട്ടി തന്നതല്ലേ. കിട്ടുന്നതെല്ലാം നല്ലത് കിട്ടുമ്പോൾ നല്ലതൊന്നും കിട്ടാതിരിക്കുമ്പോൾ മോശമൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ഓരോ ഓഫറും ഞാൻ സ്വീകരിച്ചില്ല. പല മുന്നണിയിൽ നിന്നും ഓഫറുകൾ വന്നിരുന്നു, പക്ഷെ ഞാൻ ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പാർലമെന്റാണ്. നിയമസഭ കിട്ടിയില്ലെങ്കിൽ പാർലമെന്റിലേക്ക് നോക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത പ്രതീക്ഷ. ഇല്ല, അങ്ങനെ ആ രീതിയിലൊന്നും പറഞ്ഞില്ല. എൻ്റെ പിന്നെ 1-2 പ്രശ്നങ്ങൾ എൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ഒരു പോസ്റ്റിംഗ് ഇരിക്കുന്ന ഈ മാസം 26-ാം തീയതി. അത് വലുതായി കാണിച്ചു അവർ. 26-ാം തീയതി കേസ് ഇരിക്കുന്നു. ആ കേസിൽ എന്നെ ശിക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കേസ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രചരണം നടന്നു. AICC ചിലപ്പോൾ അത് പേടിച്ചിട്ടായിരിക്കാം. ആ കേസിൽ അല്ലല്ല, പ്രചരണം നടത്തിയതെല്ലാം പത്രക്കാരാണ്. നിങ്ങളാണ് ആദ്യം പ്രചരണം നടത്തിയത്. ഈ പത്രങ്ങളിലൂടെയാണ് വന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ അല്ല, പത്രങ്ങളിലൂടെയാണ് പ്രചരണം നടക്കുന്നത്. പാർട്ടിക്കാർക്ക് പ്രചരണം നടത്താൻ പറ്റില്ല. മാധ്യമങ്ങളിലൂടെ വന്നു. ആ മാധ്യമങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ അത് ഒരു ചാർജ് ഫ്രെയിം ചെയ്യുന്നതിന് മുമ്പുള്ള ഹിയറിംഗ് മാത്രമേ ഉള്ളൂ. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി വന്നു കഴിഞ്ഞാൽ ഇലക്ഷനെ ബാധിക്കുമോ എന്ന് അവർ ഭയപ്പെട്ടു. ആ ഭയമായിരിക്കാം ഒരുപക്ഷെ എന്നെ. അല്ല, ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഞാൻ എൻ്റെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതും എന്തായാലും പാർട്ടി ഒറ്റ കൊടുത്തിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ തയ്യാറാകില്ല. തള്ളിക്കളയുന്ന കല്ല് മൂലക്കല്ലാവുന്നാണ് രാവിലെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു മൂലക്കല്ലാവാനുള്ള ഒരു നീക്കം മൂലക്കല്ല് ഇന്ന് തന്നെ ആവുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അടുത്ത
തവണ ഞാൻ പറഞ്ഞില്ലേ പാർലമെന്റിൽ ചിലപ്പോൾ അല്ല മറ്റേതെങ്കിലും DCC അധ്യക്ഷ സ്ഥാനം ഞാൻ ഒരു സ്ഥാനം ഞാൻ വെറുതെ തമാശയ്ക്ക് പാർലമെന്റിൽ നോക്കുന്നൊക്കെ പറഞ്ഞു ഒരു സ്ഥാനവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിൽ സംതൃപ്തനാണ്. 10 വർഷം എനിക്ക് MLA ആകാൻ പറ്റി, 5 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പറ്റി, കോളേജിന് ഭാരവാഹിയാൻ പറ്റി, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഒക്കെ. എനിക്ക് ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് വേദനയുള്ളൂ. എന്നെ ഒഴിവാക്കുകയാണ് ആഗ്രഹമെങ്കിൽ എന്നോട് 2 മാസം മുമ്പ് പറഞ്ഞ് ഞാൻ സ്വയം ഒഴിവാകുമായിരുന്നല്ലോ. എന്നോട് 20 പേർക്കും സിറ്റിംഗ് MLA മാർക്ക് പാലക്കാട് സീറ്റില്ല. ഞങ്ങളോട് KPC പ്രസിഡന്റും AIC ഭാരവാഹികളും വന്നിട്ട് പറഞ്ഞതാണ്, തൃപ്പൂണിത്തുറയിൽ ശ്രീ K ബാബു മത്സരിക്കുന്നില്ല, ബാക്കി നിങ്ങളെല്ലാവരും മത്സരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നോട് രഹസ്യമായിട്ട് വന്ന് ഇപ്പോൾ പ്രശ്നമുണ്ട്, ഒരാളെ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ വിട്ടുകൊടുക്കും. പാർട്ടി അധ്യക്ഷൻ പറഞ്ഞാൽ ഏത് കാര്യവും അനുസരിക്കുന്ന ഒരാളാണ് ഞാൻ. നേതാവെന്ന് ആര് പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരാളാണ് ഞാൻ. അതെനിക്കറിയില്ല. അല്ല, ഞാൻ പറഞ്ഞത് എൻ്റെ സീറ്റിൽ മറ്റൊരാളെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിക്ക് ആഗ്രഹം മത്സരിപ്പിക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ 10 വർഷം കഴിഞ്ഞാൽ വേറെ ആൾക്ക് സീറ്റ് കൊടുക്കും, 10 വർഷം കഴിയുമ്പോൾ ഒരാൾക്ക് സീറ്റ് കൊടുക്കും, തെറ്റൊന്നുമില്ല. അപ്പോൾ അത് നേരത്തെ ഒന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. അതൊന്നും എനിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്ന് ഒരു നല്ലൊരു ഭരണം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉള്ള പരിശ്രമം നടത്തണം. പാർട്ടിയോട് ഒരിക്കലും നന്ദിയുടെ ഞാൻ കാണിക്കത്തില്ല. കാരണം എൻ്റെ പാർട്ടി എനിക്ക് വലുതാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മയെ പോലെയാണ്, എൻ്റെ കുടുംബത്തെ പോലെയാണ് എൻ്റെ പാർട്ടി. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പാർട്ടിയോട് നന്ദിയുടെ ഞാൻ ചെയ്യിക്കുകയില്ല. എന്തെല്ലാമാണ് അടുത്ത സ്റ്റെപ്പ്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, പാർട്ടിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് എൻ്റെ സഹപ്രവർത്തകരുമായി ആലോചിച്ചിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയും. അല്ല, സമാനമായ ആരോപണം നേരിട്ട് PK ശശിക്ക് പാർട്ടി പിന്തുണ നൽകുന്നു. അപ്പോൾ അങ്ങേക്ക് പിന്തുണ നൽകാതെ അല്ലെങ്കിൽ സീറ്റ് നിഷേധിക്കുന്നത് ഇരട്ടത്താപ്പല്ലേ? അല്ല, ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പെരുമ്പാവൂർ പോലെയല്ലല്ലോ മറ്റൊരു സ്ഥലം. ഓരോ സ്ഥലങ്ങളിലെയും ആളുകൾ പിന്നെ നമുക്കൊരു സ്ഥാനാർത്ഥി സമാനമായിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റൊരു കാൻഡിഡേറ്റ് നിർത്താനില്ലാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വേറെ ആരെയും നിർത്താനില്ലാത്ത സാഹചര്യവും ജയസാധ്യത കൊണ്ട് എനിക്ക് തന്നെ കിട്ടും. മറിച്ച് കുറച്ചധികം സാധ്യതകളിലും എന്നേക്കാൾ വിജയസാധ്യതയുള്ള ആൾ എന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തെ പരിഗണിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് എനിക്ക് 10,000 വോട്ട് ജയിക്കാമെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് 20,000 വോട്ട് ജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. പാർട്ടി എല്ലാ കാര്യവും വിലയിരുത്തിയിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. അല്ലാതെ എന്നോട് വ്യക്തിപരമായി ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടായിട്ടല്ലല്ലോ ചെയ്യുക. തീർച്ചയായും ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുമായി സംസാരിക്കുന്നു. അവരുമായി സംസാരിച്ചിട്ട് എന്താണ് അടുത്ത നീക്കങ്ങൾ, എന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെ ഏത് രീതിയിൽ പോകണം, എവിടെ പ്രവർത്തിക്കണം, MLA എന്ന രീതിയിൽ എനിക്ക് എവിടെയും പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം സഹപ്രവർത്തകരുമായി സംസാരിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും. എന്നെ പിന്തുണച്ചിട്ടുള്ള എല്ലാ ആളുകളോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ ഒരു തവണ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്നതിലുള്ള നിരാശയൊന്നും വേണ്ട. അടുത്ത തവണ നമുക്ക് അതിനേക്കാൾ വലിയ തിരിച്ചറിവ് വരാൻ പറ്റും. ഏത് പ്രതിസന്ധിയും ജീവിതത്തിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. താങ്ക് യു. ഗുഡ് നൈറ്റ്.